എല്ലാവർക്കും ഡി ഫോർ ഡയാന വ്ലോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പം ഇന്ന് ഒത്തിരി പേരുടെ ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാനിത് കേട്ട് 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 ഞാൻ മടുത്ത് സഹി കെട്ടിട്ടാണ്. ഞാൻ മാത്രമല്ല, ഞാനും അമ്മയും വാവാറ്റയും പൈങ്കിളി അടക്കം ഞങ്ങൾ 4 പേരും ഇത് കേട്ട് സഹിച്ച് മടുത്തിട്ടാണ് അതിനുള്ളൊരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ ഇതിനൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇതെനിക്ക് ഇപ്പോൾ അത് ഇങ്ങനെ പറയണമെന്ന് തോന്നി. കാരണം ഇന്നലെയും കൂടി ഒരാൾ ചോദിച്ച് ഞങ്ങൾ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അപ്പം എന്താണ് കാരണം എന്നാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ചീക്ക്, നമ്മുടെ ഈ കവിളില്ലേ, ഈ കവിളിൻ്റെ ഈ സൈഡും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമന്ന് വരും. അപ്പോൾ ഇത് പുറമേ നിന്ന് കാണുന്നവർ ഓർക്കുന്നത് ഞങ്ങൾ പുട്ടി അടിച്ചിട്ട് നടക്കുവാണ്, റോസ് പൗഡർ ഇട്ടിട്ട് നടക്കുവാണ് എന്നൊക്കെയാണ് കാണുന്നവരെല്ലാവരും വിചാരിക്കുന്നത്. എന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും ചോദ്യമാണ്, ഇതെന്താ റോസ് പൗഡർ ഇട്ടത് കൂടിപ്പോയോ, ബ്ലഷ് ഇട്ടേക്കുന്നതാണോ, വേഷം കെട്ടി ഇറങ്ങുവാണോ, മേക്കപ്പ് ഓവറാ, ഭയങ്കര പുട്ടിയാന്നൊക്കെ പറഞ്ഞ് ഇത് കേട്ട് 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 നമ്മൾ മടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ്, എങ്ങനെയാണ്, എന്താ കാര്യം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. കാരണം ഇത് മമ്മയ്ക്ക് ഇവിടെ ഓൾറെഡി അങ്ങനെയാണ്. മമ്മയെ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഭയങ്കര ചൂടായി കഴിയുമ്പോഴേക്കും രണ്ട് കവിളുകളും ഇങ്ങനെ ചുമന്ന് വരും. ഭയങ്കരമായിട്ട് ചുമന്ന് വന്ന് എന്താകും, ചോര ഇങ്ങനെ തടിച്ച് കിടക്കും. അപ്പം മമ്മ ടവലും കൊണ്ട് തുടയ്ക്കുമ്പോൾ ചോര ഇവിടെ ഇങ്ങനെ കട്ടയാവും, മനസ്സിലായില്ല? അപ്പോൾ ഇവിടുത്തെ സ്കിൻ എന്ന് പറയുന്നത് അത്രയും സോഫ്റ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വേർത്ത് ഡീഹൈഡ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മളെപ്പോഴും വേർക്കും. അതുകൊണ്ട് തന്നെ ഈ ചൂടെല്ലാം കൂടി നമ്മൾ വേർത്ത് നമ്മൾ മൊത്തത്തിൽ ചൂടാവുമല്ലേ. അപ്പോൾ പിന്നെ പുറത്തൊക്കെ ഇറങ്ങുവാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഡയറക്റ്റ് സൺറൈസൊക്കെ നമ്മുടെ മുഖത്തേക്ക് കുടയുണ്ടെങ്കിലും അടിക്കുന്ന ടൈമിൽ ഈ ചൂട് തട്ടിയിട്ട് നമ്മുടെ കവിള് തടങ്ങൾ ഇങ്ങനെ ചുമന്ന് വരും. അപ്പം ഇവിടെ കൂടുതലായിട്ടും മമ്മയ്ക്കാണ് അത് ഉള്ളത് കേട്ടോ. അപ്പം മമ്മയ്ക്കായിരുന്നു ഫസ്റ്റ് ഞങ്ങളിത് കാണുന്നുണ്ടാവും. അപ്പം ഞങ്ങളും ഞെട്ടിപ്പോവും. അമ്മ മൊത്തത്തിൽ ഇങ്ങനെ ചുമന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവും. ദൈവം ഇതെന്താ, പേടിച്ചു പോവും. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇത് ചൂട് കാരണമാണ്. അപ്പം നമുക്ക് ബ്ലഷ് ഇടേണ്ട കാര്യമോ റോസ് പൗഡർ ഇടേണ്ട കാര്യമൊന്നുമില്ല. നാച്ചുറൽ ബ്ലഷ് ദൈവം തന്നിട്ടുണ്ട്. അപ്പം മമ്മയ്ക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് എനിക്കും വാവാറ്റയ്ക്കും പൈങ്കിളിക്കും അത് കിട്ടിയിട്ടുണ്ട്. അപ്പം മമ്മയ്ക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ വാവാറ്റയ്ക്കായിരുന്നു അങ്ങനെ കണ്ടുവരാറുള്ളത്. അപ്പം വാവാറ്റിൻ്റെ കവിൾ ഇങ്ങനെ ചുമന്നിട്ട് ഇവിടെ ഇങ്ങനെ തിളങ്ങും. അപ്പോൾ ഞാനൊക്കെ ഞെട്ടിപ്പോയേ, ഇതെന്താ ഇങ്ങനെ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഹായ് നല്ല രസമുണ്ട് വാവാറ്റി എന്നൊക്കെ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വെയിലടിക്കാൻ തുടങ്ങിയപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ കവിളും ചുമക്കാൻ തുടങ്ങി, പൈങ്കിളീൻ്റെ കവിളും ചുമക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ 4 പേരുടെയും കവിളിങ്ങനെ ചുമന്ന് ഇങ്ങനെ എന്താ പറയുക, തക്കാളിപ്പഴം ചുമക്കാന്നൊക്കെ പറയില്ലേ, നമുക്ക് തന്നെ അത്ഭുതമാവും അത് കാണുമ്പോൾ കേട്ടോ. അപ്പം ആരും കണ്ണു വെച്ചേക്കല്ലേ, ഞാൻ പറഞ്ഞേക്കാം. അപ്പം ഇങ്ങനെ ചുമന്ന് വരുന്ന കാണുമ്പോൾ നമുക്കിത് എന്താ പറയുക, നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും മേക്കപ്പ് ചെയ്യാതെ ഒന്നും പുറത്തിറങ്ങൂല. എല്ലാവരും പുട്ടിയും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ മേക്കപ്പ് എന്ന് പറയുന്ന സാധനങ്ങളോട് പേടിയാണ്. അപ്പം ഇവരെയൊക്കെ ഇങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വിഷമാവും. നമ്മളെല്ലാം നാച്ചുറൽ ആണല്ലോ. അപ്പോൾ നമ്മളോട് ഇങ്ങനെ ഒന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും വിഷമമൊക്കെ വരും കേട്ടോ. നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ സ്കിൻ അത്രയും കെയർഫുള്ളായിട്ടാണ് കെയർ ചെയ്യുന്നത്. അപ്പം ഒരു പൗഡർ തന്നെ ഇടാൻ നമുക്ക് പേടിയാണ്. എന്നിട്ടാണ് നമ്മൾ കൊച്ചിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോട്ടോഷൂട്ടിന് പോയ ടൈമിൽ അവർ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ പിന്നെയാണ് എൻ്റെയും വാവാറ്റേൻ്റെയും മുഖത്ത് ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണ് അതൊന്ന് ഇപ്പോൾ റിമൂവ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അത്രയും നാളും ക്ലിയർ സ്കിന്ന്, കണ്ണാടി പോലെ തിളങ്ങുന്ന സ്കിൻ എന്ന് പറയില്ലേ, ഒരു കുരു പോലും വരാത്ത സ്കിന്നായിരുന്നു. ഇപ്പം ഞങ്ങളുടെ 3 പേരുടെയും കവിളിൽ ഇപ്പം ഒരുപാട് കുരുക്കളുണ്ടായിരുന്നു. ഇപ്പോൾ കുരുക്കളൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പാടുകൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം എന്നോട് ഒരാൾ പറയുകയാണ്, ഇതിപ്പോൾ ഒരു ഒക്കേഷനിൽ പോയ ടൈമിലായിരുന്നു, എന്നോട് ഒരുമാതിരി ദേഷ്യപ്പെട്ട് പറയാ, ഇത് മേക്കപ്പ് ചെയ്യല്ലേ, മേക്കപ്പ് വേണ്ട, ഒരു ക്രീം പോലെ മുഖത്ത് തേക്കല്ലേ. എന്നോട് അയാൾ പറയുന്ന തരാം കേട്ടോ. അപ്പോൾ അതാരാന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നോട് പറയാണ്, ഒരു ക്രീം പോലും മുഖത്ത് ഇടണ്ട, ഇതെന്താ മുഖം ഇങ്ങനെ ചുമന്ന് വരുന്നത്, എന്തോ അസുഖത്തിൻ്റെ ലക്ഷണം കേട്ടോ.
ഞാനൊരു ഡോക്ടറിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അയാളൊരു ഡോക്ടറിൻ്റെ പേര് പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഇവിടെ നമ്മുടെ സുൽത്താൻ ബത്തേരിയിലുള്ള നല്ല ഡെർമറ്റോളജിസ്റ്റാണ്, എന്തായാലും അവർ തന്നെ എന്നോട് പോയി കാണാൻ പറയാണ്. എന്തായാലും ആ ഡോക്ടറെ പോയി കാണ്. ഡയാനൻ്റെ മുഖം ഭയങ്കരമായിട്ട് ചുമന്ന് വരുന്നുണ്ട്, അത് ഭയങ്കര പ്രശ്നമാണ്. ഇത് കേട്ട പാടെ എൻ്റെ കൺട്രോൾ മുഴുവൻ പോയി. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയാതെ പോയി. ദേഷ്യം വന്നു എനിക്ക്. ഞാൻ പറഞ്ഞു, ഇത് ഡോക്ടറെ കാണാൻ, എനിക്കിതിന് മാത്രം മാറാരോഗവും കാര്യങ്ങളൊന്നുമില്ല, ഇത് ഡോക്ടറെ കാണേണ്ട പ്രശ്നമൊന്നുമല്ല. ഇതിൻ്റെ ഫേസിൽ ഓൾറെഡി ജന്മന ഉള്ള സാധനമാണ്. അത് ഭയങ്കരമായിട്ട് വെയിലടിച്ച് കഴിയുമ്പം നമ്മളിങ്ങനെ ചൂടാക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചൂടായി കഴിയുമ്പം നമ്മുടെ ഫേസ് നമ്മളറിയാതെ തന്നെ ചുമന്ന് വരുന്നതെന്ന് പറഞ്ഞു. ഇയാളൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, മനസ്സിലായല്ലോ. അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക, ക്രീം തേച്ച് വെളുപ്പിച്ച് ചുമപ്പിച്ച് നടക്കുമെന്ന് എല്ലാവരുടെയും വിചാരം. ആരോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല ഗായ്സ്. അപ്പം നമ്മുടെ ഈ കാലത്തിൽ നാച്ചുറലും ഉണ്ട്, അല്ലാതെ തന്നെ എന്താ പറയുക ഫുൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാര്യം അറിയാമല്ലോ. അപ്പം ഒരു വശത്ത് നല്ലതുണ്ട്, ഒരു വശത്ത് ചീത്തയുണ്ട്. അപ്പം എല്ലാവരും നമ്മളെ കാണുമ്പോൾ എന്താ ഓർക്കുന്നത്, നമ്മളും മേക്കപ്പ് ചെയ്ത് നടക്കുക, അങ്ങനെയൊക്കെ ഓരോ തിങ്കിങ് ആണ്. ഇതിപ്പോൾ എല്ലാം നമുക്ക് നാച്ചുറലായിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ബോധിപ്പിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ ഓരോരുത്തർ ചിന്തിക്കുന്ന ചിന്താഗതിയാണ്. അപ്പം ഞാനിപ്പം റിയലായിട്ട് വന്നെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ജന്മനാ ഉള്ളതാണ്. അപ്പം ഇനിയെങ്കിലും ആരും അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ക്വസ്റ്റ്യൻ കേട്ട് നമ്മൾ മടുക്കുകയാണ്. നിങ്ങൾ മേക്കപ്പ് അല്ലേ, നിങ്ങൾ റോസ് പൗഡർ ഇട്ടതല്ലേ, ബ്ലഷ് ഇട്ടതല്ലേ. ബ്ലഷിൻ്റെ കാര്യവും നമുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓൾറെഡി ദൈവം നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ എന്താ പറയുക വെച്ച് കെട്ടിക്കൊണ്ട് നടക്കേണ്ട കാര്യമോ പിന്നെ എന്താ പറയുക അങ്ങനെ പുട്ടി അടിച്ച് നടക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. പക്ഷേ ഇത് അറിയുന്നവർ, ഇപ്പം നമ്മൾ നാച്ചുറലാണെന്ന് അറിയുന്നവർ വരെ നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയും. അറിയാമല്ലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയാലും അതെ, നമുക്കിങ്ങനെ ഒറിജിനലായിട്ട് നമ്മളിങ്ങനെയാണെന്ന് അറിയാം. എന്നിട്ടും ഞാൻ പുട്ടി അടിച്ചുകൊണ്ട് നടക്കുമല്ലേ, എൻ്റെ മുഖത്തുനിന്ന് ഇത്രയും ഇങ്ങനെ തോണ്ടിയെടുത്താൽ ഇത് ഇത്രയും കിട്ടും. എന്നിട്ട് എന്നെ കണ്ടപാടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓടി കണ്ടിട്ട് എൻ്റെ മുഖത്ത് ആദ്യം ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ വലിക്കും. ഇങ്ങനെ വലിച്ചിട്ട് കൈ ഇങ്ങനെ നോക്കും. നിറച്ച് പുട്ടിയുണ്ടല്ലോ അല്ലേ നിൻ്റെ മുഖത്ത്. ഒന്നും കാണില്ല, എങ്കിലും നമ്മളെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോഴാണല്ലോ എന്നെയൊക്കെ തലയടിച്ച് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുക, മനസ്സിലായല്ലോ. അപ്പോൾ ഇവരെ ഒന്ന് സത്യം പറഞ്ഞാൽ അവർക്ക് അറിയാം നമ്മൾ റിയലാ ഒറിജിനലാ നമ്മളെ ഒന്നും ഇല്ലയെന്ന് അവർക്ക് അറിയാം. എങ്കിലും അവർക്ക് നമ്മളിങ്ങനെ കളിയാക്കുന്ന ഒരു സന്തോഷമാണ്, മനസ്സിലായല്ലോ. അപ്പം എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും നമുക്ക് ബോധിപ്പിച്ച് നടക്കാൻ പറ്റുന്ന കാര്യമല്ല ഗൈസ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ആയിട്ട് നമ്മൾ നല്ല ഫെയർ ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വെളുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ടൗണിൽ പോയ ടൈമിൽ ഒരു ചേട്ടൻ വന്ന് ചോദിക്കുക, നിങ്ങളെന്താ ചായം തേച്ചിട്ട് ഇറങ്ങുവാണോ എന്ന്. എന്താ അയാളോടൊക്കെ പറയേണ്ടത്, അല്ല ഏഷ്യൻ പെയിൻറ്റ്സ് അടിച്ചിട്ട് ഇറങ്ങുമെന്ന് പറയായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, നമുക്കുള്ള ബ്യൂട്ടീനെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. പിന്നെ ഞാൻ പറയാം, ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യും. ലിപ്സ്റ്റിക്ക് ഇടാതെ ഒരു രക്ഷയില്ല, അത് ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ പറയും. കാരണം ലിപ്സ്റ്റിക്ക് ഇട്ടാലാണ് നമുക്കൊരു ഫ്രഷ് ലുക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങളായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പം വീട്ടിലിരിക്കുന്ന സമയത്തായാലും അതെ, പുറത്തിറങ്ങുന്ന സമയത്തായാലും അതെ, നമ്മൾ വേറെ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. നല്ലൊരു ലിപ്സ്റ്റിക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ലിപ്സ്റ്റിക്ക് ഇട്ടാൽ മാത്രം മതി, നമുക്കെപ്പോഴും നല്ലൊരു ഫ്രഷ് ലുക്ക് നമുക്കെപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഒഴിവാക്കാൻ എന്തായാലും പറ്റില്ല. അപ്പം എന്താ പറയുക, നമുക്ക് ഉള്ള നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടീനെ ഇങ്ങനെ പറയുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ചായം പൂശി ഇറങ്ങുവാണോ. പിന്നെ ഉത്സവത്തിന് പോയ ടൈമിൽ ഒരാൾ ഞങ്ങളുടെ ബാക്കിൽ ഞങ്ങൾ കമൻ്റ് അടിക്കുക, മറ്റേ ഭാരതിൽ എന്താ പ്രതിമകളെ വെച്ചിട്ടുണ്ടാവില്ലേ, അതേപോലെ പ്രതിമകളാണോ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വന്നതാണോ, അതുപോലെ തന്നെ എപ്പോഴും ബ്യൂട്ടി പാർലറിലാണോ കിടക്കുന്നതെന്ന് വരെയാണ് ചോദിക്കുന്നത്. ഇവരോടൊക്കെ എന്ത് ആൻസറാണ് പറയേണ്ടത്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ചോദ്യം ഇതാണ്, എപ്പോഴും ഗോൾഡൻ ഫേഷ്യൽ ചെയ്യൂലേ, ബ്യൂട്ടി പാർലറിലല്ലേ. എന്തൊക്കെ ചോദ്യങ്ങളാണ് കേൾക്കുന്നത് എനിക്കറിയില്ല. നമുക്കുള്ള നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കളയാൻ പറ്റുമോ? എന്താ പറയുക, കാരണന്മാർ തന്നെ ഒരു ഭംഗിയുണ്ട്, കോലമുണ്ട്, അതുകൊണ്ട് എനിക്ക് ബ്യൂട്ടീഷ്യൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് നമുക്ക് ബ്യൂട്ടീഷ്യൻ്റെ ആവശ്യം നമുക്കില്ല. പിന്നെ എന്തിനും എല്ലാവരും ഇങ്ങനെ പറയുന്നു എന്നാണ് ഗൈസ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ അവരോട് പറഞ്ഞാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ കാലത്തിൽ പുട്ടിയടിക്കാതെ ആരും ഇറങ്ങൂല. അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആർക്കും അത് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ രസം കണ്ടിട്ട് മറ്റൊരാൾ ഈഗോ എടുത്തിട്ടൊരു കാര്യമില്ല. ആർക്ക് വേണമെങ്കിലും അവരവരുടെ ബ്യൂട്ടി കെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം, മനസ്സിലായല്ലോ. അപ്പം നമുക്കിപ്പോൾ ഒരു ബ്യൂട്ടി ജന്മനാ ദൈവം തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കെയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
അപ്പം നമ്മളാണ് നമ്മൾ ഓരോരുത്തരുടെയും സൗന്ദര്യം കെയർ ചെയ്യേണ്ടത്. ദൈവം നല്ലൊരു ശരീരവും നല്ലൊരു എന്താ പറയുക മനസ്സും എല്ലാം ദൈവം നമുക്ക് ജന്മനാ നമുക്ക് തന്നിട്ടുണ്ട്. അത് നോക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, നന്നായി നോക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. തോന്നിയ പോലെ നടന്ന് ഉള്ള വെയിലും കൊണ്ട് കണ്ട പറമ്പിലൊക്കെ ചാടി കയറി മറിഞ്ഞ് കാലും കൈയും നിറച്ച് പാടുമാക്കി വെയിലും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ സൺ ടാനൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ആ ടാൻ മാറാൻ കുറേ നാളെടുക്കും. അപ്പം നമ്മൾ ഇനി എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കെയർഫുൾ ഇല്ലാതെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ബ്യൂട്ടി നശിച്ചു പോവുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതൊന്നും നമ്മൾക്ക് നല്ലത് തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് വേറൊരാൾ ഈഗോ എടുത്തിട്ടോ ഒന്നും എടുത്തിട്ടോ ഒരു കാര്യമില്ല. മനസ്സിലായല്ലോ? അപ്പം എന്താ പറയുക, നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നത് നമ്മൾ എന്താക്കുക, പൊന്നുപോലെ നമ്മൾ നോക്കി നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബോഡീൻ്റെ കാര്യത്തിലായാലും ശരീരത്തിൻ്റെ കാര്യത്തിലായാലും സ്കിന്നിൻ്റെ കാര്യത്തിലായാലും നമ്മൾ ഓരോ പാർട്സിൻ്റെയും കാര്യത്തിൽ നമ്മൾ വളരെ ബോധേഡായിരിക്കുക. അത് നന്നായിട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് ചെയ്യുക. അല്ലാതെ ഒരാളെ രസമുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് അവരോട് പോയിട്ട് നിങ്ങൾ പുട്ടിയല്ലേ അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല. അവരോട് ഈഗോ എടുത്തിട്ടും ഒരു കാര്യവുമില്ല. ഗായ്സ്, അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും എല്ലാവരും തന്നെ, ബോയ് ഒന്നുമില്ല ഗേളൊന്നുമില്ല, എല്ലാവരും തീർച്ചയായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അതിപ്പം പ്രത്യേകിച്ചൊരു ബ്രാൻഡൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. കാരണം ഓരോരുത്തരുടെ ബോഡിക്ക് പറ്റുന്നത് പല പല ബ്രാൻഡിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ബ്രാൻഡ് നല്ലത് നോക്കുക, എന്നിട്ടത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമോ നോക്കിയിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ സൺസ്ക്രീൻ എന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. വീട്ടിലിരിക്കുമ്പോഴായാലും പുറത്തിറങ്ങുമ്പോഴായാലും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ മേക്കപ്പ് ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒഴിവാക്കാമെന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷേ നല്ല മേക്കപ്പ് പ്രൊഡക്ട്സും ഉണ്ട്, നല്ല രീതിയിൽ ചെയ്താൽ നല്ലതായിരിക്കും. എങ്കിലും എനിക്ക് മേക്കപ്പിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം എന്താ പറയുക, ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറലായിട്ടുള്ള ബ്ലഷിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഇനിയെങ്കിലും ദയവ് ചെയ്ത് ആരും മേക്കപ്പാണോ തലയാണോ എന്നൊന്നും ചോദിച്ചുകൊണ്ട് വന്നേക്കരുത്. നമുക്ക് ദൈവം നാച്ചുറലായിട്ട് കഴിഞ്ഞ് അനുഗ്രഹിച്ച് തന്നതാണ്. അത് നമ്മൾ അതേപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഓരോരുത്തരും എടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കും. അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പോലെ ഇരിക്കും. ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല, അത് നമ്മൾ എന്നും ചെയ്യണം. അപ്പം ഓരോരുത്തരും അവരുടെ ബോഡി എത്രമാത്രം ശ്രദ്ധിക്കുന്നോ അതിനുള്ള റിസൾട്ട് എന്തായാലും നമ്മൾ കാണും. അപ്പം നല്ല ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്ത്, അതുപോലെ തന്നെ വെള്ളം കുടിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട്, നമ്മൾ തന്നെ ഞെട്ടിപ്പോകുന്ന വിധത്തിലുള്ള റിസൾട്ട് നമ്മുടെ ബോഡി നമുക്ക് തരും. അപ്പോൾ അത് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളോട് ഞാനിന്ന് പറയാൻ വേണ്ടി വന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗായ്സ്, അപ്പോൾ ഞാനിത് പറഞ്ഞത് കേട്ടിട്ടും ഇനിയും വന്ന് കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ടാകും. അവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ പറയേ. നമ്മുടെ കാര്യം നമുക്കറിയാമല്ലോ, അല്ലേ? അത് വേറുള്ളവരെ നമുക്ക് ബോധിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊന്നും വേണ്ട നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മനുഷ്യന്മാർ, ആൾക്കാർ, നാട്ടുകാർ, അവർ പലരും പല അഭിപ്രായങ്ങൾ പറയും. അവരുടെ അഭിപ്രായങ്ങൾ നോക്കി നിന്നാൽ നമ്മൾക്ക് ഒരു കാര്യം ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി പറ്റില്ല. പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്ന് വട്ടം തിരിയാനുള്ളതും അല്ല നമ്മൾ തന്നെ നമ്മളോരോ ഡിസിഷൻസ് ടേക്ക് ചെയ്യുക. തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരുത്തുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പം ഈ നാച്ചുറൽ ബ്ലഷിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നത്. ഇപ്പം എൻ്റെ മുഖത്ത് പോയി കഴിഞ്ഞാൽ ബ്ലഷ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ എന്താ പറയുക, വേർത്തൊന്നും അല്ല നിൽക്കുന്നത്. ഞാൻ കൂളായിട്ടുള്ള ഏരിയയിൽ ഇപ്പോൾ അതാ ഈ മരത്തിൻ്റെയൊക്കെ അടിയിൽ ഇപ്പോൾ നാച്ചുറലായിട്ടുള്ള പ്ലേസിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ട്, ഇപ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഇനി എന്നെ നേരിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് അങ്ങനെ ചോദിച്ചേക്കരുത്. ചോദിക്കുന്നവർ ചോദിക്കല്ലോ, അതിനിപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരുടെയും ക്വസ്റ്റ്യനുള്ളൊരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പം എല്ലാവർക്കും പിടി കിട്ടിയെന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം ഗൈസ്. എല്ലാവർക്കും ബൈ ബൈ.